वक्रतुंड महाकायं कोटिसूर्य समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा श्री महागणाधिपतये नमो नमः। അവർക്കെന്താ കുഴപ്പമുണ്ടല്ലോ? പാവം, അവരാരും നോക്കുന്ന പോലും ഇല്ല. ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ എന്നെ പിടിക്കുമല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യാ? സുബി, ഫോക്കസ് ചെയ്യ്. നീ ഇപ്പൊ അങ്ങോട്ട് പോയത് എന്തിനാ? ഇപ്പൊ ചെയ്യുന്നതെന്താ? അയ്യോ, ശരിയാണല്ലോ. മോഷ്ടിക്കാൻ ഇവിടെ വന്ന് വേറെന്താ ചെയ്തോണ്ടിരിക്കുക? സീത, 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 എന്തു പറ്റി? ശ്വേത, സാധനം കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. സീത, 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 എന്തു പറ്റി? സാധന, വേഗം വാ. സീത, സീത, ഭാർഗവ്, സീത രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞില്ലായിരുന്നോ? ചിലപ്പോ അതിന്റെ ക്ഷീണം കൊണ്ട് പറ്റിയതായിരിക്കാം. അതെ അപ്പോ, നല്ല ക്ഷീണം കാണും. അവളിന്ന് റൂമിൽ കൊണ്ടുപോയി കിടത്ത്. ശരി മേമ. ഭാർഗവി മേഡം, ഈ വീട്ടിൽ എന്താ നടക്കുന്നേ? നിങ്ങളുടെ മരുമകൾ ഈ പൂജയ്ക്ക് ഇരിക്കാൻ പാടില്ല എന്നിട്ടും വന്നിരുന്നു. നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? നോക്ക്, ആരും തെറ്റിദ്ധരിക്കരുത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ശേഷം സീത മാനസികമായിട്ട് വളരെ വീക്കായിട്ടുണ്ട്. ഇനി എത്ര കാലം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അവളുടെ അടുത്ത് ഈ കാര്യം ആരാ ഒന്ന് തുറന്നു പറയാന്നറിയില്ല. നമ്മുടെ സിഹി മരിച്ചു പോയ കാര്യം സീതയോട് എങ്ങനെ പറയണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇവരെന്ത് കള്ളാ പറയുന്നേ? അപ്പോ ഞാൻ മരിച്ചുപോയോ?
എന്താ പറ്റിയത്? ഇവര് എഴുന്നേക്കുന്നില്ലല്ലോ. സിഹിമോൾ ആക്സിഡന്റിൽ മരിച്ചുപോയ കാര്യം സീതയോട് ആര് പറഞ്ഞു മനസ്സിലാക്കുന്ന? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി പറഞ്ഞു മനസ്സിലാക്ക്. സീതയെ ഇങ്ങനെ വിട്ട അവളുടെ മാനസികാവസ്ഥ വളരെ മോശമായി പോ. അശോക്, പ്രിയ, നിങ്ങൾ രണ്ടുപേരും വളരെ ക്ലോസ് അല്ലേ? നീ അവൾക്ക് സ്വന്തം ചേട്ടനെ പോലെയാ. നീയെങ്കിലും അവളോട് സത്യം എന്താണെന്ന് പറ. പ്രിയ, പ്ലീസ്, നീയെങ്കിലും ഒന്ന് പറ. ഇവരിപ്പോ എന്തിനെങ്ങനെ അഭിനയിച്ച് ഓവറാക്കുന്നേ? പറഞ്ഞതാണ് മാം. പക്ഷെ അവളത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അയ്യോ, എന്ന് വെച്ച നമ്മുടെ സീത ഇനി ഇങ്ങനെ ജീവിക്കണോ? ഇനിയും നമ്മൾ എത്ര കാലം എന്ന് വെച്ച് അവളെ ഈ അവസ്ഥയിൽ കണ്ടു നിൽക്കും? അയ്യോ സിഹി, നിന്റെ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ എന്തിനെങ്ങനെ പോയത്? നീ ഇവിടെ ഇല്ലാതെ നിന്റെ അമ്മ കഷ്ടപ്പെടുന്നത് നീ കാണുന്നില്ലേ? ഇതെല്ലാം കണ്ടിട്ട് ഞാൻ എങ്ങനെയാ ഭഗവാനെ വെറുതെ നിൽക്കുന്നത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ മരിച്ചിട്ടില്ല. എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഭാർഗവ്, ക്ഷീണം കൊണ്ട് പറ്റിയതായിരിക്കാം. നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളവാ. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ ജീവനോടെ ഉണ്ട്. ഇങ്ങോട്ട് നോക്ക് ബഡിബങ്കരമ്മ ആന്റി. ക്രിക്കറ്റ് അങ്കിൾ, നിങ്ങളെങ്കിലും ബഡിബങ്കരമ്മ ആന്റിനോടൊന്ന് പറ ഞാൻ മരിച്ചിട്ടില്ലെന്ന്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. നോക്ക് ക്യൂട്ടേച്ചി. ഞാൻ മരിച്ചിട്ടില്ല പ്രീ. ഇവിടെ എന്തോ മാജിക് നടക്കുക. എന്നെ ആർക്കും കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഞാൻ മരിച്ചിട്ടില്ല. നിങ്ങളെങ്കിലും ബഡിബങ്കരമ്മ ആന്റിനോട് പറ ഞാൻ മരിച്ചു പോയിട്ടില്ലെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ ആർക്കും കാണാനും പറ്റുന്നില്ല. ഞാൻ പറയുന്ന ആർക്കും കേൾക്കാനും പറ്റുന്നില്ല. അച്ഛാ, നിങ്ങളെങ്കിലും പറ അച്ഛാ. ഞാൻ മരിച്ചു പോയെന്നാ ഇവര് പറയുന്നത്. ഞാൻ മരിച്ചില്ലെന്ന് പറ. അപ്പോ സീതയുടെ അവസ്ഥ എന്താടാ? ഞാനിപ്പോ അവളെ കൊണ്ട് കിടത്തി മേമ. സിഹി നമ്മളെ വിട്ടുപോയതിനു ശേഷം സീതയുടെ കാര്യത്തില് അവള് പോലും കെയർ കാണിക്കാറില്ല. സിഹി സിഹി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. വിഷമിക്കാതിരിക്കാം. സീത റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. സ്വാമിജി, എന്നാ തുടങ്ങിയാലോ?
സമയം പോകുന്നു. ഷർട്ട് ഊരിയിട്ട് ഇവിടെ വന്നിരുന്നോളൂ. തദംഗത്വേന പവിത്രധാരണം കൃത്വാ പ്രാണാനായിമ്യ. മൂക്കിൽ പിടിച്ചോളൂ. ഓം വോഹ ഓം സ്വാഹ ഓം വാഹ ഓം ജനഃ ഓം തപഃ ഓം സത്യം ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. വലത് ചെവിയിൽ സ്പർശിച്ചോളൂ. അക്ഷത ആ തട്ടിലേക്ക് മാറ്റി വയ്ക്കുക. തദംഗത്വേന അരിദ്ര കുങ്കുമചൂർണം നിക്ഷിപ്യ. ഒരൊറ്റ തവണ എന്നെ നോക്കച്ചാ. സിഹി സിഹി സിഹി. അച്ഛാ ഒരൊറ്റ തവണ എന്നെ നോക്കച്ചാ. എളിമാമ സുപുത്രിയാഹ. സുഭദ്രയാ. മകളുടെ പേര് പറഞ്ഞോളൂ. സിഹി നാമദേവസ്യ. സമ്പൂർണ്ണ സമ്പൂർണ്ണ ആത്മാ ആത്മാ തൃപ്തിയാർത്ഥം തൃപ്ത്യർത്ഥം സദാ നമസ് സദാ നമസ് തർപ്പയാമി. അയ്യോ എന്റെ മോളെ, നീ എന്തീ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കുന്നത്? കുട്ടികളുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഇതിലൊക്കെ കെമിക്കൽസ് ഉണ്ടാവും. ഇതൊന്നും കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല. നീ ഇതൊന്നും ഇടാറില്ലല്ലോ. ഇന്ന് എന്ത് പറ്റി നിനക്ക് ഇതൊക്കെ ഇടാൻ? നിക്കൊരു മിനിറ്റ്. ഇങ്ങനെയൊന്നും ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല. വലിയ കുട്ടിയായിട്ട് നമുക്ക് ഇടാട്ടോ, മനസ്സിലായോ? എന്റെ ചക്കര മോളാ.
എന്നെ ആർക്കും കാണാൻ കഴിയില്ലേ? സീതമ്മയുടെ കൂടെയും അച്ഛന്റെ കൂടെയും എനിക്കിനി നിൽക്കാൻ കഴിയില്ലേ? ദൈവമേ, നിങ്ങൾ എന്തിനാ എന്നെ കൊന്നുകളഞ്ഞേ? എന്നെ ഇപ്പോ സീതമ്മയ്ക്കോ അച്ഛനൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നോട് അവർക്കിനി ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല. എന്നെ അവർക്കിനി സ്നേഹിക്കാൻ കഴിയില്ല, ഉമ്മ തരില്ല, എന്റെ കൂടെ കളിക്കാനും വരില്ല. മോളെന്താ ഒന്നും മിണ്ടാത്തത്? അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി മോള് പേടിച്ചു പോയോ? എനിക്കൊരു കുഴപ്പമില്ല മോളെ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല. നീ എന്റെ ജീവനാ. ശ്രീറാം സാറേ, നിങ്ങളുടെ മകള് നഷ്ടപ്പെട്ട ദുഃഖം നിങ്ങളുടെ കുടുംബത്തിനുണ്ടെന്നറിയാം. മാത്രമല്ല, ഭാര്യയോട് മകള് നഷ്ടപ്പെട്ട കാര്യം പറയാനും വയ്യാത്ത അവസ്ഥയാ. ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത്. ഇന്ന് നമ്മൾ ഇത്രയൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടും എനിക്ക് പോലും ഒരു ആത്മസംതൃപ്തി ഇല്ല. ആ കുഞ്ഞിന്റെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്താന്ന് വെച്ചാ, ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ മനസ്സിലുള്ള സ്നേഹമാണ് ആത്മാക്കളെ തേടിച്ചില്ല. അതൊക്കെ എന്തോ ആവട്ടെ, നാളെ കുഞ്ഞിന്റെ അസ്ഥി പുഴയിൽ നിമഞ്ജനം ചെയ്യണം. എങ്കിലേ ആ കുഞ്ഞിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കൂ. ആ അസ്ഥി ഒരുപാട് കാലം ഇങ്ങനെ വെക്കാൻ പാടില്ല. ആ ആത്മാവിന് മോക്ഷം കിട്ടിയില്ല എന്ന് വെച്ചാ അത് നിങ്ങളുടെ ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യാം സ്വാമി. എങ്കിൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. കാണാം ഭാർഗവി മാഡം. എടാ, നിങ്ങൾ ചെയ്ത കർമ്മം കാരണം സിഹിക്ക് സമാധാനമായി കാണും. ഇനി അതോർത്ത് വിഷമിക്കല്ലേ. കരയല്ലേ അച്ഛാ, ഞാൻ മരിച്ചു എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നില്ല. നിങ്ങളും സീതമ്മയും എപ്പോഴും എന്നെ കാണാത്ത പോലെ നിന്നെന്തിനാന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായേ. അപ്പോ സീതയ്ക്ക് വേണ്ടി നീ സ്ട്രോങ് ആയേ പറ്റൂ. മകളുടെ കർമ്മം നടത്താൻ വേണ്ടിയായിരുന്നു ഇതൊക്കെ. പക്ഷേ സീതയ്ക്ക് വേണ്ടി പോലും എനിക്ക് ആ കർമ്മം കൃത്യമായി ചെയ്യാൻ പറ്റിയില്ല മേമ. അതുമാത്രമല്ല, എന്റെ സിഹിമോൾക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യം ഉണ്ടാവുന്നതിന്റെ മനസ്സ് പറയും. അച്ഛാ, എനിക്ക് ദേഷ്യമില്ല അച്ഛാ. ഐ ലവ് യു അച്ഛാ, ഐ ലവ് യു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല രാമ. നീ നിന്റെ സങ്കടം എങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന അത് കൂടിക്കൊണ്ടേയിരിക്കുള്ളൂടാ. നീ അതെല്ലാം സീതയ്ക്ക് വേണ്ടി മറന്ന് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. സീതയ്ക്ക് വേണ്ടി നീ സ്ട്രോങ് ആയേ പറ്റൂ.
സ്വപ്നത്തിൽ വന്നോണ്ടിരുന്നത് ഇവരാണോ? അപ്പൊ ഇവരാണോ എന്റെ അമ്മ? എന്തു പറ്റി? എന്തു പറ്റി? വെള്ളം വേണോ? ഇപ്പൊ തരാം. ഇതേതാ, വെള്ളം കുടിച്ചോളൂ. നിങ്ങൾക്ക് തണുക്കുന്നുണ്ടോ? കിടന്നോളൂ, കിടന്നോളൂ. നീ എന്റെ കൂടെ തന്നെ നിക്കണേ. നീ എന്നെ വിട്ട് എങ്ങോട്ടും പോവല്ലേ സീമോളെ. നീ ഉണ്ടെങ്കിൽ ഈ ലോകം മൊത്തം എന്റെ കൂടെയുണ്ട്. സീ, പ്ലീസ്, നീ എന്റെ കൂടെ നിക്കണേ. എന്നെ വിട്ട് എങ്ങോട്ടും പോവല്ലേ സീമോളെ. സീ, നീ എന്റെ ജീവനല്ലേ മോളെ. ഇവരാണോ എന്റെ അമ്മ? ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാ തോന്നുന്നേ.